ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ചെയ്താലോ. സോ ആദ്യം തന്നെ ഞാനൊന്ന് ഫ്രഷ് ആയതിനു ശേഷം സ്കിന്നിൽ ഫുൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഇത് വെറും റോസ് വാട്ടർ അല്ല, റോസ് വാട്ടർ ഗ്ലിസറിൻ മിക്സ് ആണ് കേട്ടോ. ഇതിൻ്റെ യൂസസ് എന്താണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർ എന്തായാലും പോയി ഒന്ന് കണ്ടു നോക്കിക്കോളൂ. ഞാൻ താഴെ ടാഗ് ചെയ്ത് കൊടുക്കാമേ. അത് ഒരു ടോണറായിട്ട് സ്കിന്നിൽ അപ്ലൈ ചെയ്ത് അതൊന്ന് അബ്സോർവ് ആയതിനു ശേഷം നമുക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ റീസെൻ്റ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വെനൂസിയയുടെ മോയ്സ്ചറൈസർ ആണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി ചാനലിൽ അപ്ലോഡഡ് ആണ്. വേണ്ടവരെ പോയി കണ്ടു നോക്കിയാൽ മതി കേട്ടോ. സോ ഞാൻ വെനൂസിയുടെ മോയ്സ്ചറൈസർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു. അതും നല്ലപോലെ ഒന്ന് അബ്സോർബ് ആയതിനു ശേഷം നമ്മൾ മസ്റ്റായിട്ട് നമ്മുടെ ഫേസിലും സ്കിന്നിലും ഒക്കെ അപ്ലൈ ചെയ്യേണ്ട ഒരു പ്രൊഡക്റ്റാണ് സൺസ്ക്രീൻ. സോ അത് മോയ്സ്ചറൈസർ ഇട്ട് എല്ലാവരും എന്തായാലും മാൻഡേറ്ററി ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യണം കേട്ടോ. സോ ഇന്ന് ഞാൻ അധികം അപ്ലൈ ചെയ്തിട്ടില്ല, കുറച്ചൊരു ലെയർ മാത്രമേ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. കാരണം ഇന്ന് നല്ല മഴയാണ് കേട്ടോ, അധികം വെയിലുണ്ടാകാനുള്ള ചാൻസ് ഇല്ല. ഇനി ഇൻ കേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ റീ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. സോ അതും ഒന്ന് നല്ല രീതിയിലൊന്ന് അബ്സോർവ് ആയതിനു ശേഷം ഞാനിപ്പോൾ റീസെൻ്റായിട്ട് പർച്ചേസ് ചെയ്ത നമ്മുടെ സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ഫൗണ്ടേഷനാണ് കേട്ടോ. ഇത് ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല, ഇടയ്ക്കൊന്ന് യൂസ് ചെയ്യും. ഇപ്പോൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നമ്മുടെ സ്കിന്നിൻ്റെ ടോൺ ഒരു സ്റ്റെപ്പ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതിനുശേഷം ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ മെബലിൻ്റെ കോമ്പാക്ട് പൗഡറാണ്. ഞാൻ നല്ല രീതിയിൽ ടാൽക്കം പൗഡർ യൂസ് ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ അത് സ്കിന്നിന് അത്ര നല്ലതല്ലാത്തത് കൊണ്ട് റീസെൻ്റ് ആയിട്ട് ഞാൻ കുറച്ച് ആൾക്കാർ പറഞ്ഞതനുസരിച്ച് വാങ്ങിച്ചൊരു കോമ്പാക്ട് പൗഡറാണ്. കുറേ സെർച്ച് ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ മെബലിൻ്റെ തന്നെ വാങ്ങിച്ചത്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാനൊരു കോമ്പാക്ട് പൗഡർ വാങ്ങിച്ച് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ പ്രോഡക്റ്റ്സും അപ്ലൈ ചെയ്തതിന് ശേഷം ഫേസിൽ വരുന്ന ആ ഒരു ഓയിൽ കണ്ടൻറ്റ് പോലത്തെ ഒക്കെ ഒന്ന് മാറി ഒരു ഫിനിഷ്ഡ് ടച്ച് തരാനായിട്ട് നമ്മുടെ ഈ കോമ്പാക്ട് പൗഡർ നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അത് മാത്രമല്ല നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തതിന് ശേഷം ഇടുന്നതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഈ മെബലിൻ്റെ വാങ്ങിച്ചപ്പോൾ ഓഫറിൽ വാങ്ങിച്ചാണ് കേട്ടോ നമ്മുടെ മെബലിൻ്റെ ഐലൈനർ കൂടി. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ കണ്ണു എഴുതി ഒരു പൊട്ടും തൊട്ടു. നേരത്തെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഡാസ്ലറിൻ്റെ ആയിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇയറിംഗ് ഇട്ടു. പിന്നെ ഒരു കയ്യിൽ ഞാൻ സ്റ്റുഡിയോന്ന് വാങ്ങിച്ച ഒരു ബ്രേസ്ലെറ്റ് ആണ്. പിന്നെ വാച്ചും കെട്ടി നമ്മുടെ ഹെയർ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ലിപ് ബാം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നിവ്യയുടെ ലിപ് ബാം ആണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നതാണ്, അടിപൊളിയാണ്. ഇത് ഞാൻ റീസെൻ്റായിട്ട് പർച്ചേസ് ചെയ്ത ഒരു നോട്ട് ഷെയ്ഡാണ് കേട്ടോ. എസൻസിൻ്റെ ആണെന്ന് തോന്നുന്നു, എനിക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നില്ല. സോ ഇത് നല്ല അടിപൊളി ഒരു ലിപ്സ്റ്റിക്കാണ്. ഇത് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം, വേണ്ടവർ എന്തായാലും കയറി വാങ്ങിച്ച് നോക്കിക്കോളൂ. സോ ലിപ്സ്റ്റിക്ക് കൂടി ഇട്ടപ്പോഴത്തേനും നമ്മളുടെ ഏകദേശം നമ്മുടെ എന്താ പറയുക മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു. ഇനി മസ്റ്റ് ഞാൻ ഇടുന്നൊരു കാര്യമാണ് കേട്ടോ ഈ ഒരു സിന്ദൂരം. ആക്ച്വലി ഇത് ഇടുമ്പോൾ എനിക്ക് കുറച്ചുകൂടി ഒരു ഹൈലൈറ്റ് ഫേസിൽ വരുന്ന പോലെ എപ്പോഴും തോന്നാറുണ്ട്. അതുകൊണ്ട് ഞാനിത് എനിക്കിഷ്ടമാണ് ഇടുന്നത്. അതുകൊണ്ട് ഞാനിത് എപ്പോഴും ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൂടി ഇട്ട് കഴിയുമ്പോഴത്തേന് നമ്മുടെ ഇന്നത്തെ ലുക്ക് കംപ്ലീറ്റ് ആയി. അപ്പോൾ നിങ്ങൾക്ക് ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടാലോ. സോ ഈ ടോപ്പ് എന്ന് പറയുന്നുണ്ടല്ലോ, നമ്മൾ വെള്ളം വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചിട്ട് വന്നപ്പോഴത്തേനും ചെറിയ രീതിയിൽ വെള്ളമൊക്കെ വീണത് അതിലുണ്ട്. പെട്ടെന്ന് ഹൈലൈറ്റ് ചെയ്ത് അറിയാനായിട്ട് പറ്റും. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ടാറ്റ ബൈ ബൈ, സീ യു.